കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വിധത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകിരിപ്പാൻ നമുക്ക് വീണ്ടും ലഭിച്ച നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുവാൻ സമയമാഗതമായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്കറിയാം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. ദൈവജനത്തിലുള്ള മുന്നറിയിപ്പുകളെ ശ്രദ്ധിച്ചു നോക്കിയാൽ നാം അന്നത്തെ കാലഘട്ടങ്ങളെ വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യക്ഷമായും പരോക്ഷമായും ദൈവജനത്തിന് മനസ്സിലാക്കി തരുവാനായിട്ട് ദൈവം ധാരാളം കാര്യങ്ങൾ വചനത്തിൽ ഓർപ്പിച്ചിട്ടുണ്ട്. വളരെ പ്രധാനമായി ഇന്ന് നടക്കുന്ന രാഷ്ട്രീയ സംഗതികളും സാമൂഹികമായ പ്രശ്നങ്ങളും മാത്രമല്ല, നാം ദിനംതോറും കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വസ്തുതകളുടെ പുരോഗമനവും സമൂഹത്തിലെ വളരെ ദുഷിച്ച പ്രവണതകളുമെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി മുമ്പുകൂട്ടി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായി ദൈവൻ്റെ ഹൃദയത്തോട് സംസാരിച്ചുകൊണ്ടിരുന്ന മറ്റൊരു വേദഭാഗം യേശുക്രിസ്തുവിൻ്റെ വരവിനുള്ള ബന്ധത്തിൽ ഓർപ്പിക്കണം എന്ന് താല്പര്യപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം നമുക്കെടുക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം നമ്മൾ സാധാരണമായി വായിച്ച് വളരെ പരിചയിച്ചിട്ടുള്ളതുകൊണ്ട് ആ വചനത്തിൻ്റെ പ്രാധാന്യത വേണ്ടവണ്ണം നമ്മൾ ഗ്രഹിക്കാതെ പലപ്പോഴും വിട്ടുപോകുന്നൊരു പ്രവണത ദൈവജനത്തിനുണ്ട്. സാധാരണ അങ്ങനെ സംഭവിക്കും. വളരെ പരിചയമുള്ള വേദഭാഗങ്ങളിൽ നാം മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും വേണ്ടവണ്ണം മനസ്സിലാക്കാതെ വിട്ടുപോകുന്നൊരു പ്രവണത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നമ്മുടെ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ഈ ലോകത്തിൻ്റെ സംഭവങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു അധ്യായമാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം. ഈ 24-ാം അധ്യായത്തിൽ തൻ്റെ വരവിനെ മനസ്സിലാക്കുവാനായിട്ട് ശിഷ്യന്മാർക്ക് നൽകപ്പെട്ട ഒരു അടയാളമുണ്ട്. വളരെ പരിചയമുള്ളൊരു വേദഭാഗമാണ്. എന്നാൽ അതോടുള്ള ബന്ധത്തിൽ കർത്താവ് ഓർപ്പിച്ച ഒരു കാര്യമാണ് ഇന്ന് രാത്രി പ്രധാനമായിട്ട് ഞാൻ ഓർക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ വേദഭാഗം ഒന്ന് വായിക്കാം. പരിചയമുള്ളതുകൊണ്ട് എല്ലാ വേദഭാഗങ്ങളും വായിക്കുന്നില്ല. 24-ാം അധ്യായത്തിൻ്റെ 32 തൊട്ടുള്ള വാക്യം നമുക്ക് വായിക്കാം. 32-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പ് ഇല തളിർക്കുമ്പോൾ വേനലെടുത്തെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെ സംഭവിക്കുവോളും ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോവുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെ ആകും. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് നോക്കുക: നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. പിന്നെ വീണ്ടും കർത്താവ് ഓർപ്പിച്ചു, മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെ ആകും. നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ നോക്കുക, ഇവിടെ കർത്താവ് ഒരു പ്രത്യേക കാര്യം ഓർപ്പിക്കുകയാണ്: നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവിലും ആകും. ആസ് ഇറ്റ് വാസ് ഇൻ ദ ഡേയ്സ് ഓഫ് നോഹ. നോഹയുടെ കാലത്ത് എന്ത് സംഭവിച്ചോ അതുപോലെ നമ്മുടെ കർത്താവ് മടങ്ങി വരുന്ന കാലഘട്ടത്തിൽ സംഭവിക്കും എന്ന് കർത്താവ് ഓർപ്പിക്കുകയാണ്. നോഹയുടെ കാലത്തുള്ള ബന്ധത്തിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ എന്നെ ശക്തമായി ഭരിച്ചൊരു വിഷയം, കർത്താവ് ഈ വസ്തുത പറയുന്നതിന് മുമ്പ് നമ്മൾ നോക്കണം. 37-ാം വാക്യത്തിൽ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവാകും എന്ന് കർത്താവ് പറയാൻ കാരണം എന്താണ്? കർത്താവ് എന്ത് പറഞ്ഞിട്ടാണ് അത് പറയുന്നത്? അതായത് കർത്താവിൻ്റെ വരവിനെ മനസ്സിലാക്കാനായിട്ട് ഒരടയാളം കൊടുത്ത ശേഷമാണ് കർത്താവ് പറയുന്നത് നോഹയുടെ കാലം പോലെ തന്നെ സംഭവിക്കും. എന്താ അതിൻ്റെ കാരണം? തിരുവചനത്തെ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്. നോഹയുടെ കാലത്ത് എന്ന് ജലപ്രളയം സംഭവിക്കുമെന്ന് ഒരടയാളം കൊടുത്തിട്ടുണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനുള്ള ബന്ധത്തിലും ഒരടയാളം കൊടുത്തിട്ടുണ്ട്. നോക്കുക, ആ അടയാളം വന്നവിടെ കൊടുത്തിട്ടും മനുഷ്യനതിനെ അവഗണിച്ച് കളഞ്ഞു. ആ ജലപ്രളയം വന്നവരെ മുടിച്ചു കളയോളം അവരറിഞ്ഞില്ല എന്ന് വായിക്കുന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ വരവ് എപ്പോൾ സംഭവിക്കുമെന്ന് കർത്താവ് ഇവിടെ അടയാളത്തിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കണം, അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുക്കലാണെന്ന് അറിഞ്ഞുകൊള്ളണം. എന്നാൽ കർത്താവ് ഇവിടെ മുന്നറിയിപ്പ് തരികയാണ്, ഈ അടയാളം ഉണ്ടെങ്കിൽ പോലും മനുഷ്യൻ തൻ്റെ ഭൗമിക കാര്യത്തിൽ ഏർപ്പെട്ട് വിറ്റും നട്ടും വിവാഹം കഴിച്ചും കൊടുത്തും ജലപ്രളയം എന്നവരെ മുടിച്ചു കളയുമ്പോഴും അവരറിഞ്ഞില്ല എന്ന് കർത്താവ് പറയുന്നു. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിൽ സംഭവിക്കും. നമുക്കിനി ഈ ഭാഗത്തിലേക്കൊന്ന് ഇറങ്ങിച്ചില്ല. ഈ നോഹയുടെ കാലത്തെക്കുറിച്ച് വളരെ വിപുലമായൊരു പഠനം തിരുവചനത്തിൽ നടത്താനായിട്ട് കഴിയും. എന്നാൽ ഇന്ന്
ഈ സമയം വാസ്തവത്തിൽ ദൈവജനത്തിൽ നോഹയുടെ കാലത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് പ്രത്യേകം ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. നമുക്കതിനായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് ഇറങ്ങിപ്പോകണം. നമ്മുടെ പഠനം അവിടെ ആരംഭിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 4-5 അധ്യായം വായിക്കുമ്പോൾ നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, എന്തിനാണ് ദൈവജനത്തിൽ ഈ പല കാര്യങ്ങളൊക്കെ ഇത്ര വിശദമായി പറഞ്ഞിട്ടുള്ളതെന്ന് ഓർത്തിട്ടുണ്ട്. യാതൊരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണല്ലോ. കുറേ പേരുകൾ പറയുന്നു, ഇന്നയാളെ ജനിപ്പിച്ചു, ഇന്നത് സംഭവിച്ചു, ഇന്നയാൾ മരിച്ചുപോയി, ഇങ്ങനെ കുറേ വിശദമായ ഈ വംശപാരമ്പര്യങ്ങളും അവരുടെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എന്തിനാ ദൈവജനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പലപ്പോഴും ഓർത്തിട്ടുണ്ട്. എന്നാൽ ഈ വേദഭാഗത്തിലും വാസ്തവത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പേരുകളും ഇതോട് അനുബന്ധിച്ച് ദൈവം വെളിപ്പെടുത്തിയത് ഇപ്പോൾ നമ്മൾ വായിച്ച നോഹയുടെ കാലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, ദൈവജനം ദൈവശാസ്യമാണ്. ഒരു വാക്ക് പോലും കർത്താവ് പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു വള്ളിയും പുള്ളിയും അത് സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ട അതൊന്നും മാറ്റപ്പെടില്ല. അത് ദൈവശ്വാസ്യമാകിയാൽ ഇതിനെല്ലാം ആശയവും അർത്ഥമുണ്ട്. നമ്മെ സംബന്ധിച്ച് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നൊരു കുറവേ ഉള്ളൂ. നമ്മളതിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, നമ്മളത് ശ്രദ്ധിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഇതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും മനസ്സിലാകുന്നത്. ദൈവം എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോഴാണ്. നമുക്കിവിടെ നിന്ന് എടുത്തു നോക്കാം. ഈ നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പ്രധാനമായി 2 കുടുംബങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ 2 ഫാമിലീസും ആ 2 കുടുംബങ്ങളുടെ പശ്ചാത്തലവും അധികം പേര് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഞാൻ ആ ഭാഗം എടുത്തിട്ട് അതോടുള്ള ബന്ധത്തിൽ പിന്നീട് നമുക്ക് ആ വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. ഈ വേദഭാഗത്തിൽ, അതായത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായവും 5-ാം അധ്യായവും നമ്മൾ പഠിക്കുമ്പോൾ നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ച് വളരെ വ്യക്തമായ വെളിപ്പാട് നമുക്ക് ലഭിക്കുന്നുണ്ട്. നോഹയുടെ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചെന്ന് ഈ ഉൽപ്പത്തി 4-ഉം ഉൽപ്പത്തി 5-ഉം അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? അത് സംഭവിച്ചത് മനസ്സിലാക്കണമെങ്കിൽ ദൈവം നമുക്ക് 2 കുടുംബങ്ങളുടെ പശ്ചാത്തലം തരുന്നുണ്ട്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ 2 വംശങ്ങളുടെ, 2 കുടുംബ വംശങ്ങളുടെ പശ്ചാത്തലം തരുന്നുണ്ട്. എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചേക്കാം. ഞാൻ തന്നെ കാണിച്ചു തരാം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ 2 വംശങ്ങളെ ദൈവം വരച്ച് കാണിച്ചിട്ട് ഈ 2 വംശങ്ങളിലും 7-ാമത്തെ തലമുറ വരുമ്പോൾ പരിശുദ്ധാത്മാവ് അല്പ സമയമെടുത്ത് അവരെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. എന്തിനത് തന്നു എന്ന് ചോദിച്ചാൽ അവിടം തൊട്ട് ജലപ്രളയത്തോടുള്ള ബന്ധത്തിൽ കാര്യങ്ങളെ ദൈവം ഒരുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതുകൊണ്ടാണ് ആദം മുതൽ 7-ാമനായ അല്ലെങ്കിൽ 7-ാമത്തെ തലമുറ വരുമ്പോൾ ദൈവം അത് വിശദമായിട്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം എടുത്താട്ടെ. നമുക്കറിയാം, ആദമവന്മാർക്ക് കായീനും ഹാബേലും 2 മക്കളുണ്ടായി. 2 മക്കളുണ്ടായി. അതിൽ നമുക്ക് ഹാബേലിനെ കൊന്നുകളഞ്ഞു. നമ്മളതൊന്നും എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് കായീനാണുള്ളത്. കായീൻ്റെ വംശമെന്ന് പറയുമ്പോൾ അത് ദുഷ്ടന്മാരുടെ വംശമാണെന്ന് വചനത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന് നോക്കാം ആ വംശത്തെക്കുറിച്ച്. ആ വംശത്തിൽ 7-ാമത്തെ തലമുറയിൽ ദൈവം സമയമെടുത്ത് വിശദീകരിച്ച് നമുക്ക് തരുന്നു. നോക്കാം. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നോക്കിയാട്ടെ. 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. അങ്ങനെ കായീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദെന് കിഴക്ക് നോദ് ദേശത്തെ എന്ന് പാർത്തു. കായീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചപ്പോൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അവനൊരു പട്ടണം പണിതു. ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. ഹാനോക്കിന് ഈരാദ് ജനിച്ചു. ഈരാദ് മെഹുയേലിനെ ജനിപ്പിച്ചു. മെഹുയേൽ മെതുശേലിനെ ജനിപ്പിച്ചു. മെതുശേൽ ലാമക്കിനെ ജനിപ്പിച്ചു. നോക്കുക, ഇത്രയും നമുക്കൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഈ ലാമക്ക് വരുമ്പോഴാണ് കായീന്റെ വംശത്തിൽ 7-ാമത്തെ തലമുറ വരുന്നത്. ഒന്നുകൂടെ നോക്കിയ വചനത്തിൽ 1-ാമത്തെ വ്യക്തി ആദം, 2-ാമത്തെ വ്യക്തി 16-ാം വാക്യം കായീൻ, 3-ാമത്തെ വ്യക്തി 17-ാം വാക്യത്തിൽ ഹാനോക്ക്, 4-ാമത്തെ വ്യക്തി 18-ാമത്തെ വാക്യത്തിൽ ഈരാദ്, 5-ാമത് മെഹുയേൽ, 6-ാമത് മെതുശേൽ, 7-ാമത് ലാമക്ക്. നോക്കിയ, അപ്പോൾ കായീന്റെ വംശത്തിൽ 7-ാമനായി വരുന്നത് ലാമക്കാണ്. ലാമക്കിനെ ഇവിടെ നമുക്ക് അവതരിപ്പിച്ച ശേഷം പിന്നീട് നോക്കിയാട്ട് അതിൻ്റെ 19, 20, 21, 22, 23, 24 ഏതാണ്ട് 6 വാക്യങ്ങൾ ദൈവം എടുത്ത് വിശദീകരിക്കുകയാണ് ലാമക്കിന്റെ കുടുംബത്തെ. ഇതുവരെ ശ്രദ്ധിച്ചു നോക്കിയേ, മറ്റ് തലമുറകളെ വിശദീകരിക്കാൻ ഒരു വാക്കോ അല്ലെങ്കിൽ ഇന്നാളെ ജനിപ്പിച്ചെന്നോ ദൈവം പറയുന്നുള്ളൂ. എന്നാൽ ലാമക്കിന്റെ കുടുംബത്തെ 7-ാമത്തെ തലമുറ വരുമ്പോൾ നമ്മളവിടെ കാണുന്നു ദൈവം ഏതാണ്ട് 5-6 വാക്യങ്ങളെടുത്ത് അവരെ വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നു. നമ്മളത് മനസ്സിലാക്കാതെ ഒരിക്കലും
നോഹയുടെ കാലത്ത് സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. നമുക്കിനി ആ വേദഭാഗം ഒന്ന് വായിച്ചു നോക്കാം. അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം. ലാമെക്കിനെ ജനിപ്പിച്ചു. ലാമെക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ. ആദ യാബേലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്ക് പശുപാലന്മാർക്ക് പിതാവായി തീർന്നു. അവൻ്റെ സഹോദരൻ യൂബാൽ എന്നു പേർ. അവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. സില്ല തൂബേൽക്കായലിനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടും ആയുധങ്ങൾ തീർക്കുന്നവനായി തീർന്നു. തൂബേൽക്കായലിൻ്റെ പെങ്ങൾ നയമ ലാമെക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞത്, ഇനി ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, പാട്ടാണ്. ആദയും സില്ലയുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. ലാമെക്കിൻ്റെ ഭാര്യമാരെ എൻ്റെ വചനം ചെവി തരുവേൻ. എൻ്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എൻ്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. കായിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമെക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. ഈ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇവിടെ നമുക്ക് വാസ്തവത്തിൽ മനുഷ്യവർഗം അനുഭവിക്കുന്ന പലതിൻ്റെയും ഉൽപ്പത്തി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി, പലതിൻ്റെ ഉൽപ്പത്തി. നമ്മൾ ആ വേദഭാഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് ലാമെക്ക് എന്ന് പറയുന്ന ഈ മനുഷ്യൻ, അതായത് കായിൻ്റെ വംശത്തിൽ 7ാമത് വന്ന തലമുറയിൽ ഈ മനുഷ്യൻ്റെ സ്വഭാവത്തെ ദൈവം വിശദീകരിച്ച് തരുന്നുണ്ട്. നോക്കാം, തിരുവചനത്തിൽ ആദ്യമായി 2 ഭാര്യമാരെ എടുത്ത മനുഷ്യൻ ലാമെക്കാണ്. ആദ്യമായി 2 ഭാര്യമാരെ എടുത്ത മനുഷ്യൻ ലാമെക്കാണ്. ആ കുടുംബത്തെ നമ്മൾ വീണ്ടും പരിശോധിച്ചാൽ ഈ കുടുംബം ലോകപരമായിട്ട് എല്ലാ രീതിയിലും ഔന്നത്യത്തിലെത്തിയ ഒരു കുടുംബമാണ്. വ്യാപാരത്തിലും സംഗീതത്തിലും വ്യവസായത്തിലും സൗന്ദര്യത്തിലും പണത്തിലും പ്രതാപത്തിലും പേരിലും ശക്തിയിലും ലോകമെന്തെല്ലാം കൊതിക്കുന്നുണ്ടോ അതെല്ലാം ഈ കുടുംബം വാസ്തവത്തിൽ കരസ്ഥമാക്കിയ നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും? ആദ്യം നമുക്ക് ഈ മനുഷ്യനെ ശ്രദ്ധിച്ചു നോക്കാം. ദൈവാത്മാവ് ഈ മനുഷ്യനെടുത്ത ഭാര്യമാരുടെ പേരുകൾ ഇവിടെ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് പറഞ്ഞെന്നുള്ളതും നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ലാമെക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ. ആദ എന്ന വാക്കിൻ്റെ അർത്ഥം അഡോൺഡ് അല്ലെങ്കിൽ അലങ്കൃത എന്നാണ്. എന്ന് പറഞ്ഞാൽ അവള് അലങ്കൃതയാണ്, കണ്ണിന് ഇമ്പമേറിയ അലങ്കാരങ്ങൾ ധരിച്ചൊരുവളാണ്. 2 സില്ല എന്ന് പറയുന്ന 2ാമത്തെ ഭാര്യ. സില്ല എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം ട്വിങ്കിളി അല്ലെങ്കിൽ തിളങ്ങുന്ന. ഇത് രണ്ടും ഒന്ന് നോക്കിയേ. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കണ്ണിന് ഇമ്പമുള്ളവളാണ്. സൗന്ദര്യത്തിൻ്റെ പ്രാധാന്യത, കൺമോഹത്തിന് പ്രാധാന്യത കൊടുത്ത ഈ മനുഷ്യൻ തൻ്റെ കണ്ണിൻ്റെ ഇമ്പങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ 2 ഭാര്യമാരെ ചരിത്രത്തിൽ ആദ്യമായി എടുക്കുന്നു. ആദ്യത്തെ ഭാര്യ അവളെ കരസ്ഥമാക്കി, അവൾ അലങ്കൃതയാണ്. എന്നാൽ ഈ സൗന്ദര്യത്തിനും അലങ്കാരത്തിനും പ്രാധാന്യത കൊടുക്കുന്ന മനുഷ്യനെ അവന് ഒരു ഭാര്യയിൽ തൃപ്തി കാണുവാൻ കഴിയുന്നില്ല. അവൻ്റെ കണ്ണുകൾ വീണ്ടും തിളങ്ങുന്നവളെ കണ്ടപ്പോൾ അവളെ കൂടെ ഭാര്യയായിട്ടെടുപ്പാനായിട്ട് പ്രേരിതയായി മാറി. എൻ്റെ ഹൃദയം വചനത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി. നോക്കുക, ഈ കുടുംബത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഓർക്കുമ്പോൾ നമ്മളെ വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നോക്കുക, വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. ഈ തീരുമാനം ഒരിക്കലും നമ്മുടെ കൺമോഹത്തെയോ ജഡത്തിൻ്റെ അഭിലാഷത്തെയോ ആസ്പദമാക്കിയല്ല, ദൈവത്തിൻ്റെ ഹിതം ആരാഞ്ഞ് അതിന് വിധേയപ്പെടേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, തിരുവചനത്തിൽ ഏറ്റവും ശക്തനായൊരു മനുഷ്യനുണ്ട്. വളരെ വളരെ ശക്തനായ, ദൈവത്തിന് അമ്മയുടെ ഗർഭം മുതൽ നാസറുദ്ദക്കാരനായി ജീവിച്ചൊരു മനുഷ്യനുണ്ട്. ആരാണ് ആ മനുഷ്യൻ? ശിംശോൻ. ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പരാജയം എന്തായിരുന്നെന്ന് അറിയാമോ? ഒരു വാക്യം ഒന്ന് വായിച്ചു നോക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം എടുത്താട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം. ഈ മനുഷ്യന് വന്ന പരാജയം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒറ്റ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അമ്മയുടെ ഗർഭം മുതൽ, വാസ്തവത്തിൽ അമ്മയുടെ ഗർഭം മുതൽ ഇത്രമാത്രം ശക്തനായി ജീവിച്ച ഒരു മനുഷ്യൻ, നാസൂതക്കാരനായി ജീവിച്ചൊരു മനുഷ്യൻ, അവന് യൗവനപ്രായമായി. ആ 14-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം എന്നെടുത്താട്ടെ. 3-ാം വാക്യത്തിൻ്റെ അവസാനം, ന്യായാധിപന്മാർ 14-ന്റെ 3-ാം വാക്യത്തിൻ്റെ ശിംശോൻ തൻ്റെ അപ്പനോട്, അവളെ എനിക്ക് എടുക്കണം, അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു. ഐ വാണ്ട് ഹെർ, ഷീ പ്ലീസത്ത് മീ വെൽ. എനിക്ക് അവളെ വേണം. അപ്പനോ അമ്മയോ കുടുംബക്കാരോ ഒന്നും പ്രശ്നമല്ല. ഐ വാണ്ട് ഹെർ ബിക്കോസ് ഷീ പ്ലീസത്ത് മീ വെൽ. ഇന്ന് നോക്കുക, സമൂഹത്തിൽ നടക്കുന്ന ഏറിയ പങ്ക് വിവാഹങ്ങളെ കുറിച്ച് നമ്മൾ ഓർത്താലും നോക്കുക, ഒറ്റ ചിന്തയുള്ളൂ, ഷീ പ്ലീസത്ത് മീ വെൽ. എനിക്ക് അവളെ ബോധിച്ചു, എനിക്ക് അവളെ തൃപ്തിയായി. ഇവിടെ നമ്മൾ ഓർത്തതുപോലെ ലാമെക്കിൻ്റെ കൺമുമ്പിൽ അലങ്കൃതയായിട്ടും തിളങ്ങുന്നവളായിട്ടും 2 സ്ത്രീകളെ കണ്ടപ്പോൾ അവൻ്റെ ജഡത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഇമ്പത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടി ആ ഭാര്യമാരെ എടുക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. ഇനി നമുക്ക് ആ കുടുംബത്തെ വീണ്ടും നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. വീണ്ടും ഈ കുടുംബത്തെ ശ്രദ്ധിച്ചു നോക്കിയാൽ
നമ്മൾ അതിന് മുമ്പ് വായിക്കുന്നുണ്ട്. അതിൻ്റെ 17-ാം വാക്യത്തിലെ കയീൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, ഒരു മകനെ പ്രസവിച്ചു, അവന് ഗർഭം ധരിച്ചു, ഹാനോക്കിനെ പ്രസവിച്ചു, അവനൊരു പട്ടണം പണിതു, ആനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. ആദ്യമായിട്ട് ഒരു പട്ടണം പണിത മനുഷ്യനെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ദൈവം പട്ടണം പണിയാനാണോ പറഞ്ഞത്? അല്ല. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ തിരുവചനത്തിലേക്ക് ഇറങ്ങി നോക്കിയാൽ 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം ദൈവം എന്താണ് മനുഷ്യനോട് പറഞ്ഞത്? നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുക. ഒരു വാക്യം കൊണ്ട് വായിച്ചു നോക്കാം. അതിന്റെ 9-ാം അധ്യായത്തിന്റെ 39-ന്റെ 1-ാം വാക്യം നോക്കിയേ. ദൈവം നോഹയുടെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവീൻ. ബി ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ ആൻഡ് ഫിൽ ദ എർത്ത്. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയണം. എന്നാൽ മനുഷ്യൻ ആദ്യമായി ഇങ്ങനെ ചിതറിപ്പോകാതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ബാബേൽ ഗോപുരം പണിയുമ്പോഴാണ്. വരുവീൻ, നമ്മൾ ചിതറിപ്പോകാതിരിക്കാൻ നമുക്കൊരു പട്ടണം പണിയാം. ഇവിടെ നോക്കുക, ഈ മനുഷ്യൻ ഒരു പട്ടണം പണിയുകയാണ്. പാപം ഏറ്റവും അധികം വർദ്ധിക്കുന്നത് പട്ടണങ്ങളിലാണ്. ഗ്രാമങ്ങളെക്കാട്ടിൽ എത്രയോ വിഭിന്നമാണ് പട്ടണ ജീവിതം. പാപങ്ങളുടെ വാസ്തവത്തിൽ ബ്രീഡിംഗ് പ്ലേസ്, പാപങ്ങളുടെ സകലത്തിൻ്റെയും ഏറ്റവും അധികം വർധനവ് സംഭവിക്കുന്ന പ്രതലമാണ് പട്ടണങ്ങൾ. ഒരു പട്ടണവും വിശുദ്ധിയുള്ളതല്ല. വേദപുസ്തകത്തിൽ ആകെ നമുക്ക് വെളിപ്പെടുത്തിയ ഒരു വിശുദ്ധിയുള്ള പട്ടണമുണ്ട്, പുത്തനരിശിലെ. നാം വായിക്കുന്നുണ്ട്, ആ വിശുദ്ധ നഗരം ഭർത്താവനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അത് വിശുദ്ധ പട്ടണമാണ്. എന്നാൽ ലോകത്തിൽ മനുഷ്യൻ പണിയുന്ന എല്ലാ പട്ടണങ്ങളും മ്ലേച്ഛ നിറഞ്ഞ പട്ടണങ്ങളാണ്. അനേക പട്ടണങ്ങൾ ദൈവത്തിന്റെ ന്യായവിധിക്ക് വിധേയപ്പെട്ടു. ആ വിഷയം നമുക്ക് വിടാം. എന്നാൽ ഇവിടെ ആ പട്ടണം പണിതെന്ന് മാത്രമല്ല, ആ പട്ടണത്തെ തന്റെ മകന്റെ പേരിട്ടു. ഒരു വേദഭാഗം നോക്കാം. സങ്കീർത്തനങ്ങൾ 49 എടുത്താട്ടെ. സങ്കീർത്തനങ്ങൾ 49 അതിന്റെ 11-12 വാക്യം. തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറ നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം. തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു. എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല. അവർ നശിച്ചുപോകുന്ന മൃഗങ്ങൾക്ക് തുല്യരാണ്. നോക്കുക, മനുഷ്യന്റെ ചിന്ത പേരും പെരുമയും ഉണ്ടാക്കുവാൻ നിലങ്ങൾക്കും പട്ടണങ്ങൾക്കും മറ്റും അവരുടെ പേരുകൾ ഇടുകയാണ്. ഇത് വായിക്കുമ്പോൾ മറ്റൊരു സങ്കീർത്തനഭാഗം എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. വളരെ ശ്രദ്ധേയമായൊരു വേദഭാഗമാണ്. നമുക്ക് സങ്കീർത്തനം 17-ാം അധ്യായം എടുത്തു നോക്കാം. സങ്കീർത്തനം 17, സങ്കീർത്തനം 17-ന്റെ 14-ാം വാക്യം നോക്കിയാട്ടെ. നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒരു വേദഭാഗമാണ്. പലപ്പോഴും എൻ്റെ മനസ്സിനെ വെല്ലുവിളിച്ചിട്ടുള്ളൊരു വേദഭാഗമാണ്. സങ്കീർത്തനം 17-ന്റെ 14-ാമത്തെ വാക്യം. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥന? തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്ത് നിന്ന് വിടുവിക്കണം. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഫ്രം men of the world who have their portion in this life. ലൗകിക പുരുഷന്മാർ അവരുടെ ഓഹരി ഈ ആയുസ്സിലാണ്. men of this world who have their portion in this world. ലൗകിക പുരുഷന്മാർ, ലോക മനുഷ്യന്റെ ഓഹരി എവിടെയാണ്? ഈ ആയുസ്സിലാണ്. അവരുടെ പേരിടുന്നു, അവരുടെ ധനം സമ്പാദിക്കുന്നു, അവരുടെ മഹത്വം ഉണ്ടാക്കുന്നു, പലതും ഇവിടെ കെട്ടിപ്പടുത്തുന്നു. നോക്കാം, ഇവിടെ ഈ കായിന്റെ വംശമാണ് നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ കണ്ണിന്റെ ഇമ്പങ്ങൾക്ക് വേണ്ടി ഭാര്യമാരെ എടുക്കുന്നു, രണ്ടാമത് പട്ടണം പണിയുന്നു, പേരിടുന്നു. ഇനി അത് മാത്രമല്ല, ദൈവാത്മാവ് ഇവിടെ ഈ ലാമെക്കിന് ജനിച്ച മക്കളും അവരെന്ത് ഈ ലോകത്തിന് പ്രദാനം ചെയ്തു എന്നുള്ളതിന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. 20-ാമത്തെ വാക്യം എടുത്താട്ടെ. ആദാ യാബേലിനെ പ്രസവിച്ചു, അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. നമ്മൾ നോക്കാം, ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ വേദഭാഗത്തിൽ വീണ്ടും വീണ്ടും വായിക്കുന്നു, പിതാവായി തീർന്നു, പിതാവായി തീർന്നു, പിതാവായി തീർന്നു എന്ന് പറഞ്ഞാൽ അവനിലൂടെയാണ് ആ ഉത്ഭവം ഉണ്ടായത്. നമ്മൾ ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 27, 28 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇയ്യോബ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മഴയ്ക്ക് അപ്പനുണ്ടോ? അല്ല, മഞ്ഞുതുള്ളിയെ ജനിപ്പിച്ചത് ആരാണ്? മഴയ്ക്ക് അപ്പനുണ്ടോ? മഞ്ഞുതുള്ളിയെ ജനിപ്പിച്ചത് ആരാണ്? ആരാണ് ഇവർക്ക് ജന്മം കൊടുത്തത്? ഇവിടെ നോക്കുക, പിതാവായി തീർന്നെന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് അതിന് ഉത്ഭവം തുടങ്ങി. ഹി ബിക്കേം ദ ഫാദർ, ഹി ബിക്കേം ദ ഫാദർ. അവനാണ് ഇതിൻ്റെയൊക്കെ ആരംഭം കുറിച്ച മനുഷ്യൻ. ആരാ? നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ ഈ കായിന്റെ വംശം. എന്താണ് അവർ പിതാവായി തീർന്നത്? എന്തിനാണ് പിതാവായി തീർന്നത്? ഈ ഒന്നാമത്തെ മകനെക്കുറിച്ച്, ആദിയുടെ ആദ്യത്തെ പുത്രനെ കുറിച്ച് വായിക്കുമ്പോൾ കൂടാരവാസികൾക്ക്, കൂടാരത്തിൽ വസിച്ച് പശുപാലകന്മാർക്ക് പിതാവായി തീർന്നു.
പശുക്കളെ പാലിക്കുന്നത് പാപമാണോ? അല്ല. ആ കാലത്ത് വാസ്തവത്തിൽ പശുക്കളെ വളർത്തുന്നതും പശുക്കളാണ്, പശുക്കളും കന്നുകാലികളും ആടുമാടുകളും ഒക്കെയാണ് ആ കാലത്ത് ധനമായിട്ട് കരുതിയിരുന്നത്, ഇല്ലേ? പ്രിമിറ്റീവ് വെൽത്ത്, പുരാതനമായ അവരുടെ സമ്പത്തെന്ന് പറയുന്നത് ആടുമാടുകളൊക്കെയാണ്. എന്നാൽ നോക്കുക, അവർ ആടുമാടുകളെയൊക്കെ വളർത്തിയിരുന്നു. എന്നാൽ ആദ്യമായി കൂടാരത്തിൽ വസിച്ച് പശുക്കളെ ബ്രീഡ് ചെയ്തെടുക്കുന്ന ഒരു മനുഷ്യനായി തീർന്നു ഈ കായിന്റെ ആദ്യത്തെ പുത്രൻ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഒരു വ്യാപാരത്തിന്റെ ആരംഭമാണ്. വളരെ വിപുലമായ രീതിയിൽ ഈ പശുക്കളെ വളർത്തിയെടുക്കുന്ന ഒരു രീതി വാസ്തവത്തിൽ ആ കാലത്ത് കണ്ടുപിടിക്കുന്നത് യാബേലാണെന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇവിടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോക്കുക, വ്യാപാരിയായി മാറുന്നു, വ്യവസായിയായി മാറുന്നു. ഇതിൻ്റെയൊക്കെ ആരംഭം അവിടെ കുറിക്കുകയാണ്. രണ്ടാമത്തെ മകനെ കുറിച്ച് നോക്കി, 21-ാം വാക്യം. അവന്റെ സഹോദരൻ യൂബാൽ എന്ന് പേർ, അവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ സംഗീതങ്ങൾക്ക് ഉത്ഭവം കുറിച്ചു. പറഞ്ഞാൽ വീണകളൊക്കെ, എന്റർടൈൻമെന്റ്. ഇതൊക്കെ ഒരു മകന് നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ വളരെ വെൽത്തുണ്ടാക്കുന്ന ഒരു വ്യാപാരത്തിന്റെ ആരംഭം നിന്ന് കുറിച്ചെങ്കിൽ, മറ്റൊരു മകൻ വാസ്തവത്തിൽ അവൻ എന്റർടൈൻമെന്റ്, കിന്നരങ്ങളും വേണുവും മറ്റും ഉപയോഗിച്ച് മനുഷ്യനെ രസിപ്പിക്കുന്നതിന്റെ പിതാവായി മാറി. എന്റർടൈൻമെന്റ്. വീണ്ടും നമ്മളിവിടെ നോക്കുക, 22-ാം വാക്യത്തിൽ വരുമ്പോൾ സില്ല രണ്ടാമത്തെ ഭാര്യ തൂബേൽഖായനെ പ്രസവിച്ചു. അവൻ ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും ആയുധം തീർക്കുന്നവനായി തീർന്നു. നോക്കുക, ആയുധങ്ങൾ ഉണ്ടാക്കുക. കല്ലുകൊണ്ടും മറ്റും വസ്തുതകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇരുമ്പ് കൊണ്ടും ചെമ്പ് കൊണ്ടും ആയുധങ്ങൾ ഉണ്ടാക്കുന്നവരായി തീർന്നു ഈ കുടുംബം. മറ്റുള്ളവരെ വെല്ലുവിളിക്കുവാൻ സാധിച്ചു. നോക്കുക, അതിൻ്റെ ഫലമായിട്ട് താഴോട്ട് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. അഹങ്കാരത്തിൻ്റെ വാക്കുകളായി. വാസ്തവത്തിൽ ഭയത്തോടുകൂടെ മാത്രമേ വായിപ്പാൻ സാധിക്കുള്ളൂ. മനുഷ്യനിങ്ങനെ പറയുവാൻ കഴിയുമോ എന്ന് നമ്മൾ തന്നെ പേടിച്ചു പോവുകയാണ്. എന്താ കാരണം? തൻ്റെ ഭാര്യമാരോട്, തൻ്റെ കേൾവിക്കാരല്ലെങ്കിൽ ഓഡിയൻസ് എന്ന് പറയുന്നത്, ഈ ലാമെക്കിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് 2 ഭാര്യമാരാണ്. തൻ്റെ വാക്കുകൾ കേൾപ്പാനും അതിനെ അഭിനന്ദിക്കാനായിട്ടും ഒരു ചെറിയ ഓഡിയൻസ് ഉണ്ട്, തൻ്റെ ഭാര്യമാരാ. അവരോട് താൻ പാട്ടുപാടി കേൾപ്പിക്കുന്ന നോക്കി. അതിൻ്റെ 23-ാം വാക്യം, ആദയും സില്ലയുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ, ലാമക്കിൻ്റെ ഭാര്യമാരെ എൻ്റെ വചനം ചെവിക്കൊള്ളുവിൻ. എന്നെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എൻ്റെ പരക്കിന് പകരം യുവാവിനെയും കൊല്ലും. കായിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 15-ാമത്തെ വാക്യത്തിൽ ദൈവമാണ് പറയുന്നത്, യഹോവനോട് അതുകൊണ്ട് ആരെങ്കിലും കായിനെ കൊന്നാൽ അവൻ 7 ഇരട്ടി പകരം കൊടുക്കുമെന്ന് പറഞ്ഞു. കായിനെ കൊല്ലാൻ പാടില്ല. ആരെങ്കിലും കായിനെ കൊന്നാൽ 7 ഇരട്ടി പകരം കൊടുക്കുന്ന ദൈവം പറഞ്ഞപ്പോൾ, ഇവിടെ ഈ ലാമെക്ക് പറയുകയാണ്, കായിന്റെ വംശത്തിൽ 7-ാമൻ പറയുകയാണ്, ദൈവം 7 ഇരട്ടിയെ പകരം കൊടുക്കുകയുള്ളൂ, ഞാൻ എത്ര ഇരട്ടി കൊടുക്കും? 77 ഇരട്ടി പകരം കൊടുക്കും. ഒന്ന് ചിന്തിച്ചു ഈ വാക്ക്. മാത്രമല്ല, ഞാൻ എൻ്റെ പരിക്കിന് പകരം ഒരു പുരുഷനെയും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ താനൊരു കൊലപാതകനാണ്. നിയമം തൻ്റെ കയ്യിലെടുക്കുകയാണ്. ഒന്ന് നമുക്ക് ആ ഭാഗത്തിലേക്ക് ഒന്ന് കടന്നു വരണം. അല്പം കഴിഞ്ഞാണെങ്കിലും ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇന്നത്തെ കാലത്തുള്ള ബന്ധത്തിൽ വളരെ ഭയാനകമായി നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ഇവിടെ ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നത് നോഹയുടെ കാലം പോലെ ആയിത്തീരുമെന്ന് പറഞ്ഞത്. നോക്കുക, നിയമങ്ങൾ കയ്യിലെടുത്തു എന്ന് പറഞ്ഞാൽ തൻ്റെ വൈരാഗ്യം തീർക്കുവാൻ മനുഷ്യനെ കൊല്ലുന്നവനായി മാറി. നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്ന പ്രവണത ഏതാണ്? വാസ്തവത്തിൽ നമുക്ക് ആ ഭാഗത്തിലേക്ക് പിന്നീട് കടന്നു വരാം. എന്നാൽ വളരെ ഭയത്തോടുകൂടെ ഓർക്കുക, ദൈവം 7 ഇരട്ടി പകരം ചെല്ലുമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തെക്കാട്ടിൽ ഞാൻ ശക്തനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 77 ഇരട്ടി പകരം ചെയ്യുമെന്ന് പറയുവാൻ തക്കവണ്ണം ധൈര്യം കാണിച്ചൊരു മനുഷ്യനാണ് ആര്? ഈ ലാമെക്ക്. നോക്കിയേ, ലോകപരമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. ലോകപരമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കാം. ഈ ലാമെക്കിനൊരു മകളുണ്ട് കേട്ടോ. ആ മകളുടെ പേര് 22-ാം വാക്യത്തിന്റെ അവസാനമുണ്ട്. തൂബേൽഖായിന്റെ പെങ്ങൾ നയമ. നയമ എന്ന വാക്കിന്റെ അർത്ഥം പ്ലസന്റ്, ഇമ്പമുള്ളതെന്നാണ്. എന്ന് പറഞ്ഞാൽ അവളുടെ മകൾ ഇമ്പമുള്ളത്, പുത്രന്മാരൊക്കെ വ്യാപാരത്തിലും അതുപോലെ തന്നെ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന എന്റർടൈൻമെന്റുകളും ഒക്കെ പിതാവുമായി തീർന്നവര്, ആയുധങ്ങൾ ഉണ്ടാക്കിയ ഒരു കുടുംബം, പട്ടണം പണിതൊരു കുടുംബം, പേരും പെരുമയുള്ളൊരു കുടുംബം, പ്രതാപത്തിലേക്ക് ഉയർന്നൊരു കുടുംബം. ലോകപരമായിട്ട് നോക്കിയാൽ എന്തെല്ലാം ലോകം ആഗ്രഹിക്കുന്നു അത് മുഴുവൻ ഈ കുടുംബത്തിന് ലഭിച്ചതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ കാണിക്കാം.
ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് കാണുന്നില്ല, ദൈവത്തെ അന്വേഷിക്കുന്നതായിട്ട് കാണുന്നില്ല. മരണമെന്നുള്ളത് അവർക്ക് വിഷയമല്ല. ഈ അധ്യായം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മരിച്ചെന്നൊരു പദം ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ 5-ാം അധ്യായത്തിൽ വരുമ്പോൾ ആവർത്തിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നു, പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു. അതാരുടെ വംശമാണ്? ശേത്തിന്റെ വംശത്തെക്കുറിച്ച് പറയുമ്പോഴാണ്. നോക്കുക, കയീന്റെ വംശത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും അത് പറയുന്നില്ല. നമുക്ക് ഇനി ഇത് മനസ്സിലാക്കാൻ അടുത്ത കുടുംബത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതുകൂടെ നമുക്ക് എടുത്തിട്ട് നോഹയുടെ കാലത്തെക്കുറിച്ച് പരിശോധിച്ച് നോക്കാം. നോക്കുക, അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. ആദാം തൻ്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു, അവളൊരു മകനെ പ്രസവിച്ചു. കായീൻ കൊന്ന ഹാവേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനൊരു മകൻ ജനിച്ചു, അവൻ ഏനേശ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. ഇവിടെ വായിക്കുന്നത്, then men began to call on the name of the Lord. It was began. അവിടെ ആരംഭിക്കുകയാണ് ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഹാമേൽ ദൈവത്തിന് പ്രീതിയുള്ളൊരു യാഗമർപ്പിച്ചു, അവനെ കൊന്നുകളഞ്ഞു. അതിൻ്റെ ശേഷം ദൈവത്തെ ആരാധിച്ചതായിട്ട് വായിക്കുന്നില്ലേ? ദൈവത്തെ ആരാധിക്കുന്നത് ശേത്തിന്റെ വംശം വരുമ്പോഴാണ് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബം. ഈ കുടുംബത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കുകയും, ദൈവം എനിക്ക് ഇവിടെ വായിക്കുന്നു, കയീൻ കൊന്ന ഹാവേലിന് പകരം ഒരു മകനെ തന്നുവെന്ന് ഹവ്വ പറയുകയാണ്. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ. അതിൻ്റെ ശേഷം നമ്മൾ നോക്കിയാലും മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ. നോക്കുക, ഈ വംശമാണ് ദൈവത്തെ ആരാധിക്കാനായിട്ട് ആരംഭിക്കുന്നത്. എന്നാൽ അവിടെ 1-2 വാക്യങ്ങൾ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. പരിചയമുള്ള വാക്യമാണ്. മനുഷ്യൻ വാസ്തവത്തിൽ ജ്ഞാനികളായി മാറുന്നത് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ വരുമ്പോഴാണ്. മനുഷ്യൻ മരണത്തെക്കുറിച്ച് ഓർമ്മയുള്ളവനാണെങ്കിൽ വളരെ ജ്ഞാനിയായിട്ട് അവൻ ജീവിക്കും. നോക്കുക, 90-ാം സങ്കീർത്തനങ്ങൾ 90-ന്റെ 3-ാം വാക്യം 12-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 3-ാം വാക്യം 12-ാം വാക്യം. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ നിന്ന് അരുളി ചെയ്യുന്നു. ദൈവപുരുഷനായ മോശയുടെ പ്രാർത്ഥനയാണ്. 12-ാം വാക്യം. ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിപ്പാൻ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. ഇനിയും ദാവീദ് പ്രാർത്ഥിച്ച് നമുക്ക് നോക്കാം. 39-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യം, 39-ന്റെ 4-ാം വാക്യം. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ, ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. മനുഷ്യൻ എത്ര നിസ്സാരനാണെന്ന് അവന് ബോധമുണ്ടെങ്കിൽ അവൻ ദൈവഭയത്തിൽ ജീവിക്കും. ഇവിടെ നമുക്ക് വീണ്ടും ഒന്ന് കടന്നു വന്ന് നോക്കാം. ഇവിടെ ദൈവത്തെ ആരാധിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ദൈവത്തെ ആരാധിക്കാൻ ഒരു വഴി തുറന്നു. മനുഷ്യനിവിടെ ആരാധന ആരംഭിക്കുകയാണ്. എന്നാൽ ആ വേദഭാഗത്തിലേക്ക് നോക്കുമ്പോൾ ശേത്തിന്റെ വംശം ഇങ്ങനെ ദൈവത്തെ ആരാധിപ്പാൻ തുടങ്ങിയതിൻ്റെ റീസൺ ഇവിടെ കാണുന്നുണ്ട്. എന്നെ അത് വളരെ ചിന്തിപ്പിച്ചു. എന്താണ് ആ കാരണം? നമുക്ക് നോക്കാം. 25-ാം വാക്യത്തിൽ, അവളൊരു മകനെ പ്രസവിച്ചു, കയീൻ കൊന്ന ഹാവേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നെന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ദൈവം എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം എലോഹിം എന്നാണ്. എലോഹിം, യഹോവ എന്നുള്ള പദമല്ല. മലയാളത്തിൽ അത് ഭാഷാന്തരം ചെയ്തപ്പോൾ ദൈവം എന്ന് വന്നു. എലോഹിം. എലോഹിം എന്ന വാക്കിന്റെ അർത്ഥം സർവശക്തൻ എന്നാണ്. ഓൾമൈറ്റി ഗോഡ്. അതിന്റെ അർത്ഥം നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാകും. എന്താണെന്ന് ചോദിച്ചാൽ, മറ്റു സന്തതിയെ എന്ന് പറഞ്ഞ് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനൊരു മകൻ ജനിച്ചു, അവൻ ഏനശ് എന്ന് പേരിട്ടു. ആ കാലത്ത് മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ആ കുഞ്ഞിന് ഏനശ് എന്ന് പേരിട്ട ശേഷമാണ് യഹോവയെ ആരാധിക്കാൻ തുടങ്ങുന്നത്. ഇവിടെ നമ്മൾ നോക്കിയേ, ഏനശ് എന്ന് പേരിട്ടു. ഏനശ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഏനശ് എന്ന വാക്കിന്റെ അർത്ഥം മരിക്കുന്ന മനുഷ്യൻ, മർത്യനായ മനുഷ്യൻ, അഴുകുന്ന മനുഷ്യൻ, ഡിക്കേയിങ് മാൻ എന്നാണ്. മോർട്ടൽ ഡിക്കേയിങ് മാൻ, അഴുകിപ്പോകുന്ന മനുഷ്യൻ, മരിക്കുന്ന മനുഷ്യൻ. ഹവ്വ കണ്ടു തൻ്റെ ഒരു മകന്റെ ശവശരീരം. മരണം എന്തെന്നുള്ളത് അവളുടെ കൺമുമ്പിൽ അവൾ കണ്ടു. നമ്മൾ ഈ ഭാഗത്തെക്കുറിച്ച് ശ്രദ്ധിച്ചു നോക്കിയാൽ, ഏതാണ്ട് 7-ാമത്തെ തലമുറ വരുമ്പോൾ, 7-ാമത്തെ തലമുറ ആദം മുതൽ 7-ാമത്തെ തലമുറ വരുമ്പോൾ ഏതാണ്ട് 10 ലക്ഷം ജനങ്ങളെങ്കിലും ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ശേത്തിനെ ജനിപ്പിക്കുമ്പോൾ, അതിൻ്റെ 3-ാം വാക്യത്തിലുണ്ട് അല്ലേ, 5-ന്റെ 3-ല്, ആദമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിന്റെ സ്വരൂപത്തിൽ ഒരു മകനെ ജനിപ്പിച്ചു, അവന് ശേത്ത് എന്ന് പേരിട്ടു. അപ്പൊ ശേത്ത് ജനിക്കുന്ന ആദമിന് 130 വയസ്സായപ്പോഴാണ്.
130 വയസ്സായി. തലമുറകൾ ധാരാളമായി ഉണ്ടായി. മാത്രമല്ല 7ാമത്തെ തലമുറ വന്നപ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്പജനമല്ല, ഏതാണ്ട് 1 മില്യൺ 10 ലക്ഷം ജനങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ആളുകൾ മരിക്കുന്നു, ജനിക്കുന്നു, മരണത്തെക്കുറിച്ച് ഈ ശേത്തിന്റെ വംശം ചിന്തിക്കാൻ തുടങ്ങി. ഇവിടെ നമ്മൾ നോക്കിയേ, ഈ 2 പദങ്ങളുടെ പ്രയോഗം നോക്കിയേ. ദൈവത്തിനിട്ട പേര് അല്ലെങ്കിൽ ദൈവത്തെ വിളിച്ച പേര് എലോഹീം, സർവശക്തൻ. ശേത്തിനൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് ആ കുഞ്ഞിനെ വിളിച്ചു ഏനോഷ്. എലോഹീം, ഏനോഷ്. സർവശക്തനായ ദൈവം, മരിക്കുന്ന മനുഷ്യൻ, അഴുകുന്ന മനുഷ്യൻ. ശേത്തിന്റെ വംശം ദൈവത്തെ ആരാധിക്കുകയാണ്. നമ്മളിവിടെ കണ്ടു 25-ാം വാക്യത്തില് ദൈവത്തിന് എലോഹീം എന്ന് പേരിടുമ്പോൾ, എലോഹീം സർവശക്തനായ ദൈവം എന്ന് അവനെ വിളിക്കുമ്പോൾ, ആ ജനിച്ച കുഞ്ഞിന് ഏനോഷ്, മരിക്കുന്ന മനുഷ്യൻ എന്ന് പേരിടുകയാണ്. എന്നിട്ടാണ് നമ്മൾ 26-ാം വാക്യത്തിൽ വായിക്കുന്നത്, ആ കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. ഒരാരംഭം കുറിച്ചു, അല്ലെങ്കിൽ ആരാധന അവിടെ ആരംഭിക്കുകയാണ്. നാളുകളായി ആരാധന ഇല്ല. ഹാബേൽ ദൈവത്തിന് പ്രസാദമുള്ളൊരു യാഗം അർപ്പിച്ച ശേഷം പിന്നീട് ഇവിടെ വാസ്തവത്തിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, ദൈവത്തിൻ്റെ വലിപ്പം കണ്ടുകൊണ്ടാണ് ആരാധിക്കാനായിട്ട് തുടങ്ങുന്നത്. പിന്നീട് നമ്മൾ ആ വംശത്തിൻ്റെ, അതായത് ദൈവ കുടുംബത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ വായിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ ദൈവവംശം, അതായത് ശേത്തിൻ്റെ വംശത്തിൻ്റെ 7ാമത്തെ തലമുറയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വീണ്ടും വിശദീകരിക്കുന്നു. നമ്മൾ ഓർത്തു, കയീന്റെ വംശത്തിൽ 7ാമത്തെ തലമുറയിൽ ലാമക്കിനെ കുറിച്ച് പല വാക്യങ്ങൾ എടുത്ത് വിശദീകരിച്ചപ്പോൾ ദൈവ കുടുംബമായ ഈ ശേത്തിന്റെ വംശത്തിന്റെ 7ാമത്തെ തലമുറക്കാരനെ കുറിച്ച് വളരെ വിശദീകരണം തരുന്നുണ്ട്. നമുക്ക് നോക്കാം. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ആദം, 4-ാം വാക്യം ആദമിന്റെ മകനായ ശേത്ത്, പിന്നീട് 7-ാം വാക്യം 3-ാമത് ഏനശ്, 10-ാം വാക്യത്തിലെ കേനൻ, 12-ാം വാക്യം മഹലേൽ, 5-ാമത് മഹലേൽ, 15-ാം വാക്യത്തിൽ 6-ാമത് യാരേദ്, പിന്നീട് 18-ാമത്തെ വാക്യത്തില് യാരേദിന് 122 വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു. അപ്പം ശേത്തിന്റെ വംശത്തിൽ 7ാമതായി വന്നിരിക്കുന്നത് ഹാനോക്കാണ്. ഹാനോക്ക്, അതായത് 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, ഹാനോക്കിനെ ജനിപ്പിച്ചു. ഹാനോക്കിനെ ജനിപ്പിച്ച ശേഷം യാരേദ് 800 സംവത്സരം ജീവിച്ചിരുന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. യാരേദിന് ആയുഷ്കാലം ആകെ 962 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതുശലഹിനെ ജനിപ്പിച്ചു. മെതുശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 965 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, കായീന്റെ വംശത്തിൽ 7ാമനായ ലാമെക്കിനെ കുറിച്ച് വിശദീകരിച്ച പോലെ ദൈവത്തിന്റെ വംശമായ ശേത്തിന്റെ വംശത്തിൽ 7ാമത് വന്നത് ഹാനോക്കാണ്. ഹാനോക്കിനെ കുറിച്ചും ഏതാനും വാക്യങ്ങളെടുത്ത് പരിശുദ്ധാത്മാവോട് വിശദീകരിക്കുന്നു. നമുക്ക് ആ ഭാഗത്തിലേക്ക് ഒന്ന് കടന്നു വരാം. നോക്കാം, ഇവിടെ ഞാൻ ഓർപ്പിച്ചു, അതിൻ്റെ ഓരോ വാസ്തവത്തിൽ തലമുറ കഴിയുമ്പോഴും അവർ മരിച്ചു 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 എന്ന് എഴുതുന്നു. എന്നാൽ 4-ാം അധ്യായത്തിൽ കായീന്റെ വംശത്തെക്കുറിച്ച് പറയുമ്പോൾ മരിച്ചു എന്നുള്ള രേഖപ്പെടുത്തുന്നില്ലേ? എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ദൈവവംശം മരണത്തെക്കുറിച്ച് ഓർമ്മ അവർക്കുണ്ടായിരുന്നു. നമ്മൾ സങ്കീർത്തനങ്ങളിൽ വായിച്ച പോലെ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിപ്പാൻ മനുഷ്യന്റെ നാളുകളെക്കുറിച്ച് അവൻ ഓർമ്മയുണ്ട്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ ഒന്നുമില്ലായ്മ, നമ്മൾ ഇത്രത്തോളം ജീവിച്ചിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ജീവിച്ചാലും ഇത്രേ ജീവിക്കുകയുള്ളൂ എന്നൊക്കെ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും വിലപ്പെട്ടതാണെന്നും എത്രയോ ബുദ്ധിയോടെ ദൈവത്തെ ഭയന്ന് നമ്മൾ ജീവിക്കും. എന്നാൽ അതൊന്നും ചിന്തിക്കാത്ത മനുഷ്യനാണ് വാസ്തവത്തിൽ നമ്മൾ ഓർത്തതുപോലെ അവരുടെ പേര് നിലനിൽക്കും, അവരെന്നേക്കും ജീവിച്ചിരിക്കും എന്നൊക്കെയുള്ള ചിന്ത. മനുഷ്യനെങ്ങനെ ഭാവിയെക്കുറിച്ചൊന്നും ഒരു ഓർമ്മയില്ലാതെ, ചിന്തയില്ലാതെ ജീവിക്കുന്നത് ജഡികമായൊരു ചിന്തയാണ്. ഇവിടെ മനുഷ്യന്റെ മർത്യത, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഈ കുടുംബത്തിൽ തളം കെട്ടി നിൽക്കുന്നുണ്ട്. 7ാമത്തെ തലമുറയിൽ ശേത്തിന്റെ വംശത്തിൽ പിറക്കുന്നത് ഹാനോക്കാണ്. നമ്മൾ കണ്ടു 4-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ ആ ശേത്തിന്റെ വംശമാണ് ദൈവത്തെ ആരാധിച്ചു തുടങ്ങിയ വംശം. ദൈവത്തെ ആരാധിച്ചും യാഗമർപ്പിച്ചും ദൈവത്തെ പ്രസാദിപ്പിച്ചും ജീവിക്കുകയാണ്. 7ാമത്തെ തലമുറയിൽ വന്നപ്പോൾ ഹാനോക്ക് ജനിക്കുകയാണ്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതായിട്ട് രേഖപ്പെടുത്തി. ആ തലമുറയിൽ നമ്മൾ വായിക്കുന്നു, 7ാമനായ ഹാനോക്കാണ് എടുത്തുകൊള്ളപ്പെട്ട വ്യക്തി. ഉൽപ്രാവണത്തിന്റെ ഒരു ചിത്രമാണ്. മരണം കാണാതെ എടുത്തുകൊള്ളപ്പെട്ട വ്യക്തി. വളരെ വ്യക്തമായി നമുക്കറിയാം, നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും
ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചതിന് മുമ്പേ ഉയർത്തി നിൽക്കുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോടുകൂടെ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. പൗലോസ് പറഞ്ഞ പോലെ നാം എല്ലാവരും നിദ്ര കൊള്ളില്ല. മരിക്കാത്തൊരു തലമുറയുണ്ട്. വാസ്തവത്തിൽ അതിനെ പ്രതികരിക്കുകയാണ് ഹാനോക്ക് മരണം കാണാതെ എടുത്തുകൊള്ളപ്പെട്ടു എന്നുള്ളത്. അതും ദൈവവംശത്തിൻ്റെ ആ വംശത്തിൽപ്പെട്ട ഏഴാമനായ ഹാനോക്ക്. നമ്മൾ കുറച്ചുകൂടെ വിശദമായി നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. യൂദായുടെ ലേഖനത്തിൽ കടന്നു വരുമ്പോൾ ഹാനോക്കിനെ കുറിച്ച് രേഖപ്പെടുത്തി ഹാനോക്ക് ഒരു പ്രവാചകനാണ്. നമുക്ക് ആ യൂദായുടെ ലേഖനം നോക്കാം. യൂദായുടെ ലേഖനം 14-ാമത്തെ വാക്യം നോക്കിയാട്ടെ. യൂദായുടെ ലേഖനം 14-ാമത്തെ വാക്യം, 14-15 വാക്യം. ആദം മുതൽ ഏഴാമനായ ഹാനോക്ക് വരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവൻ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തിവെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഇവിടെ വളരെ വ്യക്തമായി പരിശുദ്ധന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദം മുതൽ ഏഴാമനായ ഹാനോക്ക്, ആദമിൽ നിന്ന് ഏഴാമനായി വന്നിരിക്കുന്നു ഹാനോക്ക്. ഹാനോക്ക് ഏഴാമനെന്ന് മാത്രമല്ല, അവനൊരു പ്രവാചകനാണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് അവനിവിടെ വാസ്തവത്തിൽ പ്രവചിച്ചിരിക്കുന്നു. 1000 വിശുദ്ധന്മാരോടുകൂടെ ന്യായം വിധിപ്പാനായിട്ട് വരുന്നു. ഇനി നമുക്ക് മടങ്ങി വരാം ഉൽപ്പത്തി പുസ്തകത്തിൽ. ഈ ഹാനോക്കിനെ കുറിച്ചുള്ള പഠനത്തിൽ ദൈവദാസന്മാരുടെ മധ്യത്തിൽ പല അഭിപ്രായങ്ങളുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതുശലഹനെ ജനിപ്പിച്ചു. മെതുശലഹനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ആ ചിന്തകളിൽ ഒന്ന് പ്രധാനമായി ഞാനൊന്ന് ഓർപ്പിച്ചോട്ടെ. ദൈവത്തോടു കൂടെ നടന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ദൈവത്തോടുകൂടെ നടക്കുവാൻ വിവാഹം ഒരു തടസ്സമല്ല. ഇന്ന് അനേകർ ധരിക്കുന്നുണ്ട് വിവാഹം വിലക്കി വിവാഹം കഴിക്കാതെ ജീവിക്കുന്നതാണ് ഭക്തിയുടെ വലിയ മാനദണ്ഡം. നാം ഒരു കാര്യം മറക്കരുത്. ഇസ്രായേലിന്റെ മഹാപുരോഹിതനെ പോലെ ഔന്നത്യത്തിലെത്തിയ ഒരു മനുഷ്യൻ പഴയ നിയമ കാലഘട്ടത്തിലില്ല. ആ ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ മാത്രമേ ആണ്ടിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചിരുന്നുള്ളൂ. ആ ഇസ്രായേലിന്റെ മഹാപുരോഹിതന് പോലും വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ജീവിപ്പാൻ ദൈവം അനുവദിച്ചിരുന്നു. മാത്രമല്ല, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവസഭയെ ഭരിക്കുന്നവര് കുടുംബത്തെ നന്നായി ഭരിക്കുന്നവരായിരിക്കണമെന്ന് രേഖപ്പെടുത്തുമ്പോൾ അവർ വിവാഹിതരായിരിക്കണം എന്ന് രേഖപ്പെടുത്തുന്നു. ഇവിടെ നമ്മൾ ഒരു സത്യം ഓർക്കുന്നു. ദൈവത്തോടുകൂടെ നടക്കുന്നതിന് വിവാഹ ജീവിതമോ മക്കൾ ജനിക്കുന്നതിനോ ജനിപ്പിക്കുന്നതിനോ തടസ്സമല്ല എന്നുള്ളത് ഇവിടെ പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്കിന്നാൽ അടുത്ത ഭാഗത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വന്ന് നോക്കാം. 21-ാം വാക്യം. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതുശലഹനെ ജനിപ്പിച്ചു. മെതുശലഹനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ 65 വയസ്സായപ്പോഴാണ് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടക്കുന്നത്. അപ്പോൾ ഹാനോക്ക് 65 വയസ്സ് വരെ ദൈവത്തോടുകൂടെ നടന്നില്ലേ? അതോ നടന്നോ?